അലീതങ്ങൾ പറയുകയാണ്, ഞാനത് കൃത്യമായി ഓർത്തുപോവുകയാണ് സഹോദരാൻ. ആലമുൽ അർവാഹിൽ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലോകമാകുന്ന ആലമുൽ അജ്സാദിലേക്ക് കടന്നു വന്നവരാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ, മേപ്പെട്ട് വലിച്ച ശ്വാസം താഴോട്ട് വീട്ടാൻ വിധി നമുക്ക് സമ്മതം തന്നില്ലയാണ്. ആരൊക്കെയോ നമ്മളുടെ ഭൗതിക ശരീരം നമ്മുടെ തറവാട് പള്ളിയുടെ ഒന്നാമത്തെ സൊഫിൽ കൊണ്ടുപോയി മലർത്തി കിടത്തി. അലാ ഹാദൽ മയ്യിത്തിലില്ലാഹി തആല, ഈ കിടക്കണ മയ്യത്തിന്റെ മേൽ അല്ലാഹുവേ ഞങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തുകയാണ്. എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറുന്നത്. അതാണ് മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. ആളുകൾ വന്നിട്ട് എന്റെ മൃതദേഹം കാണുകയാണ്. ആളുകൾ വന്നിട്ട് പലതും പറയുകയാണ്. ആ വീട്ടിലേക്ക് ഇനി ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ, ആ വീട്ടിൽ ഇനി അന്നം മുട്ടാതെ വീട്ടുകാരെ സംരക്ഷിക്കാൻ ആരാണുള്ളത് എന്ന ആളുകൾ അടക്കം പറയുകയാണ്. മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരമാ ചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. ഇന്നലെ വരെ ചുക്ലിയിലെ പീഡിയക്കോലായിൽ ഇരുന്നിട്ട് തമാശ പങ്കിട്ടവരാണ് നമ്മൾ. ഗ്രാമത്തിയുടെ കവലയിൽ വെച്ചിട്ട് പരസ്പരം ഹർഷോന്മാദത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. എന്നോട് അങ്ങനെ കുശലം പറഞ്ഞ സഹൃദയൻ അതാ ഞെട്ടറ്റ് കിടക്കുകയാണ്. ഇന്ന് അയാൾ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നില്ല. ഇന്നലെ ചിരിച്ചവൻ ഇന്നിതാ മൗനനായിട്ട് നിശബ്ദനായിട്ട് നിതാന്തനായിട്ട് കിടക്കുകയാണ്. അപ്പൊ പൊട്ടിച്ചിരിയൊക്കെ പൊട്ടിക്കരയരായി രൂപപ്പെടുകയാണ്. അപ്പോഴേക്ക് ജനാസ കഫൻ ചെയ്യലും അതിന്റെ ശേഷക്രിയ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കാലാൾപട വന്ന് തോളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദരാ. അതാണ് പിന്നെ ആകുള്ളതെന്താണ്, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ജനഹൃദയങ്ങളിൽ ചിരഞ്ജീവിയാവുക, സ്വഭാവം കൊണ്ട് മറ്റൊരാളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ വശ്യത കൊണ്ട് ജനകീയനായി തീരുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. പരിശുദ്ധ റസൂൽ സഹാബത്തിനോടൊരു കടങ്കഥ പറയും പോലെ പറയുകയാണ്, സുഹാബ ഇന്ന ഫിൽ ജസദില മുദ്ഗ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പിടിക്കാൻ പാകത്തിലുള്ള ഒരു മാംസശകലമുണ്ട്. അസ്ഥിയില്ലാത്ത എല്ലില്ലാത്ത ഒരു മാംസനിബദ്ധമായ ഒരു അസ്ഥി പഞ്ചരമല്ലാത്ത ഒരു മാംസത്തിന്റെ കഷ്ണമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലാണ് ആ മാംസപിണ്ഡമുള്ളത്. ഇദാ സ്വലഹത്, ആ മാംസപിണ്ഡമെങ്ങാനും ശരിയായി കഴിഞ്ഞാൽ സ്വലഹൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരമാസകലം ശരിയാവുകയാണ്. വഇദാ ഫസദത്, ആ മാംസകഷ്ണമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരം ആ സകലം മ്ലേച്ഛമാകുന്നതാണ്. പരിശുദ്ധ നബി എന്തൊരു വലിയ പ്രയോഗമാണ് നടത്തിയത്. ഒരു കടങ്കഥ പോലെ നിങ്ങളുടെ ശരീരത്തിലെ ഒറ്റ മാംസപിണ്ഡം, ആ മാംസപിണ്ഡമാണ് നിങ്ങളുടെ ദുനിയാവിനെ തീരുമാനിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങളുടെ ഖബറിൽ അവസ്ഥ തീരുമാനിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങൾ സിറാത്തിന്റെ മുകളിലൂടെ എങ്ങനെ പ്രയാണം ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങൾക്ക് സ്വർഗം തരുന്നത്. അതേ മാംസപിണ്ഡം തന്നെയാണ് നിങ്ങൾക്ക് നരകം തരുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹിനോട് സ്വഹാബ ചോദിക്കുകയാണ്, ഏതാണ് നബിയെ ആ മാംസപിണ്ഡം? ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂകത എങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് പരിശുദ്ധ നബിയുടെ മറുപടി അഭിലാഷത്തോടുകൂടെ, അഭിവാഞ്ചയോടുകൂടെ, ഔത്സുക്യത്തോടുകൂടെ, ആവേശത്തോടുകൂടെ ഏതാണ് ഈ മാംസപണ്ഡം എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം എന്ന മോഹത്തോടുകൂടെ കാത്തിരിക്കുന്ന കുതുകികളായ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ മറുപടി അലാ ഫഹിയൽ ഖൽബ്, എന്നാൽ നിങ്ങൾ അറിയണം ആ മാംസപിണ്ഡമാണ് ഹൃദയം. അതാണ് ഹൃദയം, അതാണ് ഹൃദയം. മലയാളത്തിന്റെ കവി നമുക്ക് പാടിത്തരികയാണ്, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ. ഒരു വിഷം, ഒരു വിഷപദാർത്ഥം, ഒരു പോയിസൺ, അത് എത്രമേൽ വർജ്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഇൻസെക്ട്സിനെ, നമ്മുടെ വീട്ടിലുള്ള കീടാണുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന സാധനമാണല്ലോ മലയാളത്തിലെ കീടനാശിനി. നാശിനി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നത്. അപ്പൊ ഇൻസെക്ട്സിനെ ഒക്കെ, കീടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന സാധനമാണ് കീടനാശിനി. അപ്പൊ നമ്മള് കവലയിൽ പോയി
കടയിൽ കയറി കീടനാശിനി വിലക്ക് വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവർ പറയും നമ്മളോട്, ഇത് നിങ്ങൾ വളരെ കൃത്യമായി വളം ഡിപ്പോയിൽ നിന്ന് നമ്മൾ കീടനാശിനി വാങ്ങുമ്പോ അപ്പൊ തന്നെ അവർ നമ്മളോട് പറയും, ഇത് കുട്ടികളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല, വലിയവരും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കണം, അവരുടെ മൂക്കിന്റെ ദ്വാരങ്ങളൊക്കെ തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ശ്വസിക്കാൻ പാടില്ല, അത് മനുഷ്യന് അപകടകരമാണ്. അപ്പൊ പോയിസൺ എത്ര ദൂരതയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുട്ടികൾ അവിടെ എത്തോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും.